ഇത് ഷക്കീന, ഉരുക്ക് വനിതയെന്നാണ് ഞാനിവരെ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നത്. 14-ാം വയസ്സിൽ വിവാഹിതയായ ഇവരെ സ്ത്രീധനമായി കൊടുത്ത 45 പവൻ പോരെന്ന് പറഞ്ഞ് ഭർത്താവായ നരാധമൻ വീട്ടിൽ നിന്നും ഇറക്കിവിട്ടപ്പോൾ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ തിരഞ്ഞെടുത്ത പ്ലാസ്റ്റിക് കയർ ഇവരോട് കനിവ് കാണിച്ചപ്പോൾ തിരികെ ലഭിച്ച ജീവിതത്തിൽ തന്റെ 3 മക്കളെയും നെഞ്ചോട് ചേർത്ത് വാടകയ്ക്കൊരു വീടെടുത്ത് ടൈലറിംഗ് ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിച്ച ഉരുക്ക് വനിതയാണിവർ. മക്കളെ പഠിപ്പിച്ച് +2 വരെ എത്തിച്ചു. ഒരുവിധം ജീവിതം കരയ്ക്കടുക്കാറായപ്പോഴാണ് തമ്പുരാന്റെ അടുത്ത പരീക്ഷണം ക്യാൻസറിന്റെ രൂപത്തിൽ ആമാശയത്തിൽ കയറിക്കൂടിയത്. ഉറുമ്പ് ശേഖരിക്കും പോലെ സ്വന്തമായൊരു വീടുണ്ടാക്കാനായി ചേർത്തുവച്ച 5 ലക്ഷം രൂപ ആമാശയം നീക്കം ചെയ്യാനായി ആശുപത്രിക്കാർ വാങ്ങിയെടുത്തു. RCCയിലെ കീമോതെറാപ്പികൾ ഇവരുടെ പണവും ശരീരവും ഒരുപോലെ കാർന്നു തിന്നപ്പോഴും പാവങ്ങൾക്കായി അന്നദാനം നടത്താൻ ഒരിക്കലും ഇവർ മറന്നില്ല. സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലും പാവങ്ങൾക്കായി വെച്ചു വിളമ്പി കൊടുത്തു ഈ മനുഷ്യസ്നേഹി. ഇവരെ സഹായിക്കുന്നതിന്റെ പുണ്യം കൊണ്ട് നമുക്കോ നമ്മുടെ കുടുംബങ്ങൾക്കോ ഇതുപോലുള്ള പരീക്ഷണങ്ങൾ ഒരിക്കലും വരാതിരിക്കട്ടെ. അന്നദാനം ഗ്രൂപ്പിന്റെ വീഡിയോ കണ്ട് എന്നെ വിളിക്കുമ്പോൾ ഒരു കാര്യം മാത്രമേ ഇവരെന്നോട് പറഞ്ഞുള്ളൂ: എനിക്ക് ഒരു ഉരുള ചോറ് വേണം ഹാരിസ്ക, വല്ലാതെ വിശക്കുന്നുണ്ട് എനിക്ക് എന്ന്. ആമാശയമില്ലാത്ത എനിക്ക് വെള്ളം മാത്രമേ കുടിക്കാൻ അനുവാദമുള്ളൂ. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്റെ രോഗം മാറിയാൽ ഞാൻ നിങ്ങളുടെ അന്നദാനത്തിൽ പങ്കെടുക്കാം എന്ന്. കഴിഞ്ഞയാഴ്ച കീമോതെറാപ്പിക്ക് പോകുന്നതിന് മുൻപ് അവരെന്നെ വിളിച്ചിരുന്നു. ഞാൻ നാളെ കീമോതെറാപ്പിക്ക് പോവുകയാണ്. കീമോതെറാപ്പി കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാനാവില്ല. സംസാരിക്കാൻ ശ്രമിച്ചാൽ വായിലൂടെ രക്തമൊഴുകും. അതിനാൽ ഇനി എനിക്ക് വിളിക്കാൻ കഴിയില്ല എന്ന്. കീമോതെറാപ്പി കഴിഞ്ഞപ്പോൾ ഞാൻ അവരെ വിളിച്ചിരുന്നു. അവരവസാനമായി പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ഇനി ആ ശബ്ദം കേൾക്കാനാവുമോ എന്ന് പോലും അറിയില്ല. കീമോതെറാപ്പിയുടെ മാരകശക്തി താങ്ങാനായില്ല അവരുടെ ഹൃദയത്തിന്. അതെ, ആ ഉരുക്കു വനിത വീണിരിക്കുന്നു. ICUവിന് പുറത്ത് എന്തു ചെയ്യണമെന്ന് പോലും അറിയാതെ പകച്ചു നിൽക്കുന്ന അവരുടെ ഉമ്മയാണ് ഫോണെടുത്തത്. 35,000-ഓളം രൂപ മരുന്നിന് മാത്രം ചെലവായി കഴിഞ്ഞു. ഉണ്ടായിരുന്ന സ്വർണവും പണയത്തിലായി. ഇനി ഹോസ്പിറ്റലിന്റെ ബില്ല് വരും. എന്തു ചെയ്യണമെന്നറിയാതെ വിങ്ങിപ്പൊട്ടുന്നു ആ ഉമ്മ. വീണുകിടക്കുന്ന ഈ ഉരുക്കു വനിതയെ നമുക്ക് സഹായിക്കാം. 10,000 രൂപ ഞാൻ അയച്ചു കൊടുക്കുന്നു. 1000 രൂപയെങ്കിലും നിങ്ങൾ അയച്ചു കൊടുക്കണം. അതിന് കഴിയില്ലെങ്കിൽ 100 രൂപയെങ്കിലും അയച്ചു കൊടുക്കുക. അതിനും കഴിയാത്ത അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെങ്കിലും ഇവരെ സഹായിക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ ഒരു ഷെയർ കൊണ്ട് കണക്കാക്കാൻ കഴിയാത്തത്ര പ്രതിഫലം നിങ്ങൾക്ക് ലഭിച്ചേക്കാം. സർവശക്തനായ തമ്പുരാൻ ഇതുപോലുള്ള പരീക്ഷണങ്ങൾ നമുക്കായി നൽകാതിരിക്കട്ടെ. ധർമ്മം തലയെ കാക്കുമെന്നാണല്ലോ. ദയവ് ചെയ്ത് സഹായിക്കണം വീണുപോയ ഈ മനുഷ്യസ്നേഹിയായ അമ്മയെ. പണം കൊണ്ട് സഹായിക്കാനാവില്ലെങ്കിൽ ഒരു ഷെയർ കൊണ്ടെങ്കിലും സഹായിക്കണമെന്ന വിനീതമായ അപേക്ഷയോടെ ഹാരിസ് രാജ്.